നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുളക് കറിയാണ്. ഞാനിന്ന് എടുത്തിരിക്കുന്നത് ചൂരമീനാണ് മുളക് കറി വെക്കാൻ. ചുവന്നുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി നീളത്തിനരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന് പുളി. ഓരോരുത്തരുടെ പുളിപ്പനുസരിച്ചാണേ. ഇങ്ങനെ ഞെവടി കൊടുക്കണം. അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെക്കാം പുളി. അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ചൂടായാൽ ഉലുവ ഇടാം, നുള്ളുലുവ. പച്ച ഉലുവയാണ് ഇടേണ്ടുള്ളത്. കണ്ടാ ടീ പൊട്ടുന്നുണ്ട്. ബ്രൗൺ കളർ ആവണം. ഉണ്ടാ ഇഞ്ചി ഇടുക ആയിരുന്നു. വെളുത്തുള്ളി ചതച്ചത് ഇളക്കി കൊടുക്കാം കേട്ടാ. ചുവന്നുള്ളി ചതച്ചത്. ചുവന്നുള്ളി കൂടുതൽ ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ചുവന്നുള്ളി എപ്പോഴും മുളക് കറിക്ക് എപ്പോഴും കൂടുതലാണ് വേണ്ടുള്ളത്. അതാണ് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് നമ്മൾ നല്ലതിനെ ഇളക്കി കൊടുക്കണം. കൊണ്ട് കറിവേപ്പില. എനിക്ക് എപ്പോഴും കറിവേപ്പില എപ്പോഴും കൂടുതൽ വേണം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. ഒരു ശകലം വാടണം, വാടിയിട്ടേ തക്കാളി ഇടാവുള്ളൂ. തക്കാളി നമുക്ക് ഇടാം. തക്കാളി എപ്പോഴും നീളത്തിനെ അരിയാവുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മിക്സ് ആക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ മിക്സായി കൊടുക്കുമ്പോഴോ അല്ല എല്ലാം ഒരുമിച്ചിട്ട് ചെയ്യുന്നതിന്റെ കാര്യം നല്ലത്. ഓരോന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. മിക്സാക്കി കൊടുക്കണം ഓരോന്നായിട്ട്. 3/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിന് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിന് മുളക് പൊടി 5 കരണ്ടി. ഈ സ്പൂണാണേ 2. തീ കുറച്ച് വെച്ചിട്ടാണ് മിക്സ് ആക്കേണ്ടുള്ളത്. ഇതിന് മുളക് കരിഞ്ഞു പോവും. പുളിവെള്ളമാണേ. ഇത് മിക്സ് ആക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം. ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ഇളക്കിയെടുക്കാം. തിളച്ചതിന് ശേഷം മീനിടാം. കറി തിളച്ച് നമുക്ക് മീനിട്ട് കൊടുക്കാം. മുളകിട്ട കറി റെഡിയായി.
സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.